അല്ല നമ്മളല്ല പീഡബ്ല്യൂഡിയുടെ മേലെ നിങ്ങൾ ചാരണ്ട. നമ്മളെ നിങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നത് ഇപ്പോൾ അതാണല്ലോ. അല്ല, ഇത് നമ്മൾ പിന്നെ നാട്ടിലെ ഒരു വിഷയമായതുകൊണ്ട് പീഡബ്ല്യൂഡിയിലെ ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിനെയും അങ്ങോട്ട് അയച്ചതാണ്. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ലേ. ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയവരുണ്ട് ഇതിന് വ്യത്യസ്ത വീര, നമ്മളല്ല. ഈ പീഡബ്ല്യൂഡി ഇതിലൊരു ഭാഗമല്ലേ ഈ നിർമ്മാണത്തിലെ തുരങ്കപാത? അതിൽ അഗ്രിമെന്റ് ഞങ്ങൾക്ക് അതിനകത്ത് ഇത് കിഫ്ബിയുടെ ഫണ്ടിൽ അവിടെ ചെയ്യുന്നതാണ്. ഞങ്ങൾ എഞ്ചിനീയേഴ്സിനല്ല മേൽനോട്ടം. പക്ഷെ ഞങ്ങൾ ശക്തമായ മീറ്റിങ്ങിനകത്ത് സാറ് വിട്ട മീറ്റിങ്ങിനകത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജോലിക്കാരും അവിടെ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടില്ല. പെട്ടത് എഞ്ചിനീയേഴ്സും സെക്യൂരിറ്റി ഗാർഡും ആണെന്നാണ് പറയുന്നത്. അവിടെ വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ ദുരിതത്തിലേക്ക് പോയത്. അത് മിനിസ്റ്റർ വളരെ സ്ട്രോങ് ആയി 3 മീറ്റിംഗ് ഈ കഴിഞ്ഞ 3 ആഴ്ചേൻ്റെ ഇടയ്ക്ക് മന്ത്രി അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വിളിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞയപ്പിച്ചു. അടുത്ത ആഴ്ചയും കൂടെ ഞങ്ങൾക്ക് ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ വെച്ചിട്ട് അത്രയും ഞങ്ങൾ ഗാർഡഡ് ആയിരുന്നു. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്താണ്. അതുകൊണ്ടാണ് അവിടെ എഞ്ചിനീയേഴ്സും മറ്റവരും മാത്രമായത്. മണ്ണ് കൂട്ടിയിട്ട് പോയിരുന്നു മഴക്കാലത്തിന് മുമ്പ് തന്നെ. അതുകൊണ്ട് ഇനി ആ മണ്ണ് എടുപ്പിക്കാൻ നിന്നിരുന്നെങ്കിൽ ആ എടുപ്പിക്കുന്ന പണിക്കാരും കൂടെ അതിൻ്റെ ഉള്ളിൽ പെട്ടേനെ. അതുകൊണ്ട് ഞങ്ങൾ സിഐയുടെ ഓഫീസേഴ്സും എൻവയോൺമെന്റൽ ഓഫീസേഴ്സും ആയിട്ടാണ് പോയത്. വലിയ ടീമാണ് പോയത്. അപ്പോൾ സിഐയുടെ എഞ്ചിനീയേഴ്സും പറഞ്ഞത് ഇപ്പം ഇനി ആ മണ്ണ് തൊടണ്ട, പകരം അവിടെ ഏരിയ എന്നുള്ള ആൾക്കാരും അതിന്റെ താഴ്ഭാഗത്ത് മീനാക്ഷി പുഴയുടെ അടുത്തുനിന്നുള്ള വീട്ടുകാരെയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം, ചെലവ് കൊങ്കൺ എടുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. സർ, ഇത് മുന്നറിയിപ്പ് പറഞ്ഞിട്ട് നമ്മൾ വന്ന് ഇപ്പോൾ ജൂലൈ 10-ാം തീയതി തുടങ്ങിയത്. ഇതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നമ്മളല്ല, പീഡബ്ല്യൂഡി അല്ല. കൊങ്കൺ റെയിൽവേനെ കിഫ്ബി SPV ആക്കിയതാണ്. ഇതിന്റെ വർക്ക് അറേഞ്ച്മെന്റ് കൊങ്കണാണ്, എല്ലാ മേൽനോട്ടും കൊങ്കണാണ്. അല്ല, നമ്മളല്ല പീഡബ്ല്യൂഡിയുടെ മേൽ. PK ബഷീർ മന്ത്രിയായപ്പോ എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു വാക്കിലെ പ്രസരിപ്പൊക്കെ ഇപ്പോ ഒന്ന് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും എല്ലാ പരാതികളും അങ്ങോട്ട് തീർത്തു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, കുത്തിത്തിരിപ്പുമായിട്ട് വന്നവർക്ക് വായ അടപ്പൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല, സഖാവ് വിജയന് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പണി പാളി എന്നുള്ളത് മനസ്സിലാകുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ പിണറായി വിജയന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണ്? അനാസ്ഥ ഉണ്ടായെങ്കിൽ ഗൗരവപൂർവ്വം പരിശോധിക്കണം, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ. പിണറായി വിജയന്റെ പ്രതികരണം. പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും ഞഞ്ഞാപിഞ്ഞ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അത് പണി പാളും എന്നുള്ളത് മനസ്സിലായി. കാരണം ഇവിടെ ഒരൊറ്റ കാര്യം സംഭവിച്ചിട്ടുള്ളൂ. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വികസനം വേണ്ടതൊന്നുമല്ല. പക്ഷെ വികസനം വേണമെന്ന് പറയുമ്പോ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താതെ, ഒരു മേജർ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, ഒന്നും വേണ്ട, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എടുത്ത് പരിശോധിച്ച് നോക്ക്. കഴിഞ്ഞ 5 വർഷം മുതൽ 2020 മുതൽ ഇങ്ങോട്ടൊന്ന് എടുത്ത് നോക്കിയാൽ മതി. വയനാട്ടിലെ ഈ 5 വർഷത്തില് ഈ മൺസൂൺ ഉണ്ടാകുമ്പോ ഈ പ്രത്യേക ഏരിയയില്, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ, ഈ മേപ്പാടിയുമായി ബന്ധപ്പെട്ട ഏരിയയില്, ആ മേഖലയില് നിരന്തരമായി മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ലാൻഡ് സ്ലൈഡിങ്ങും ഉണ്ടായിക്കൊണ്ടിരിക്കുക. പുത്തുമല, പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, ചൂരൽമല, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാ. ഇനി വയനാട്ടിലെ മറ്റുള്ള ഭാഗങ്ങൾ നോക്കൂ നിങ്ങൾ. ഈ മേപ്പാടിയുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശമല്ലാത്ത മറ്റു ഏരിയകൾ നോക്കൂ. ഇപ്പൊ ബത്തേരി, അത് കഴിഞ്ഞ് പനമരം, മാനന്തവാടി, ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളമുണ്ട, ആ ഏരിയകളിലേക്ക് നിങ്ങൾ നോക്കൂ. ഇനി അങ്ങോട്ട് പോയാൽ തിരുനെല്ലി, ഈ മേഖലകളില് നിങ്ങൾ ഇത്തരത്തിലൊരു വലിയ ഒരു ദുരന്തം ഈ കഴിഞ്ഞ വർഷം ഉണ്ടായില്ല. പക്ഷെ ഈ മേപ്പാടി മേഖലയിൽ തുടർച്ചയായിട്ട് പുത്തുമലയിൽ ഉണ്ടായി, മുണ്ടക്കൈ, ചൂരൽമല, അതിന്റെ സമീപ പ്രദേശങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടായില്ലേ? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കൂ, കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് തുടങ്ങി വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ ചെന്ന് അവസാനിക്കുന്ന ഈ ടണൽ അല്ലെ, തുരങ്കപാത, ആ തുരങ്കപാത ശരിക്കും ഒരു ദുരന്തപാതയാകാൻ പോവുക. കാരണം എന്താ? അത് ഈ പറയുന്ന ജിയോഗ്രഫിക്കൽ അതിന്റെ ഒരു ഭൂമിശാസ്ത്രം അങ്ങനെയല്ല കിടക്കുന്നേ. ഈ പറയുന്ന ആനക്കാംപൊയിലും ഈ പറയുന്ന മേപ്പാടിയും തമ്മിലുള്ള ഒരു അന്തരം, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്ന ഏരിയ, ഇവിടെ ഏറ്റവും വലിയ, ഈ പിണറായി ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പറയുന്ന രീതിയിൽ അനാസ്ഥ ഉണ്ടായെങ്കിൽ ഗൗരവപൂർവ്വം പരിശോധിക്കണം. അനാസ്ഥ ഉണ്ടായത് എവിടെയെന്നറിയോ? പിണറായി വിജയനില്ല.
മരുമോനും അമ്മായച്ചനും പോയിട്ട് വെടിപൊട്ടിച്ചില്ലേ? അവിടെ തുടങ്ങിയ അനാസ്ഥ. യാതൊരു വിധത്തിലുള്ള പഠനങ്ങളും നടത്താതെ, മനസ്സിലായില്ലേ? അപ്പൊ കൈരളിക്കാരനും ഈ പറയുന്ന റിപ്പോർട്ടർക്കാരനും ഒക്കെ എന്നിട്ട് ആരോടാ ചോദിക്കുന്നത്? ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അല്ലെ? പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച 3 വ്യക്തിത്വങ്ങൾ, ഒന്ന് PK ബഷീറാണ്, മറ്റൊന്ന് T സിദ്ദിഖാണ്, മറ്റൊന്ന് മുഖ്യമന്ത്രി സതീശനാണ് ശരി എന്ന് കാലമടിവരയിടുകയാ അല്ലേ? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ വെടിവെക്കാൻ വേണ്ടി പോയപ്പോ അന്ന് സതീശൻ പറഞ്ഞു ഇത് പാരിസ്ഥിതിക ആഘാതം, ഈ പരിസ്ഥിതിയെ കുറിച്ച് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാതെ പഠനങ്ങൾ നടത്താതെയാണ് ഇതിന് മുന്നിൽ. ഇന്നിപ്പോ ഒരു പ്രതികരണം ഞാൻ കേട്ടു. അത് കോഴിക്കോട് ജില്ലയിലെ ഈ ആനക്കാംപൊയിലുള്ള പ്രദേശവാസികൾ ഈ തുരങ്കപാത തുടങ്ങുന്നിടത്ത്, അതിന്റെ ഒരു തല ഈ ആനക്കാംപൊയിലാണല്ലോ, അവിടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണ, ഞങ്ങളെല്ലാവരും കാലങ്ങളായിട്ട് കാത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. മരുമോൾക്ക് പ്രസവ വേദന, അമ്മായിയമ്മക്ക് വീണവായതന എന്ന് പറഞ്ഞ പോലെയാണ് ഈ അവസ്ഥ അല്ലേ? മരുമോക്ക് പ്രസവ വേദന, അമ്മായിയമ്മക്ക് വീണവായന. യഥാർത്ഥത്തില് ഈ വയനാട്ടിൽ എന്താ സംഭവിക്കുന്നത്? വയനാട്ടില് എസ്പെഷ്യലി ഈ മേപ്പാടി മേഖല, ആ ഒരു ഭാഗം ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമല്ലെന്നേ. അനുയോജ്യമല്ല. ഇതൊരു സൂചനയാ, ഇതൊരു തുടക്കം തന്നെ, ഇതൊരു സൂചനയാ. ഇനി ഈ തുരങ്കപാത ഉണ്ടാക്കിയാലും ഈ തുരങ്കപാത കാരണം 100 കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായേക്കാം. കാരണം അത് അങ്ങനെയാണ്. പരിസ്ഥിതി അങ്ങനത്തെ ഒരു എന്താ പറയേണ്ടത്, ഒരു പാരിസ്ഥിതിക മേഖലയാണിത്. അവിടെയാണ് യാതൊരു വിധത്തിലുള്ള പഠനവും നടത്താതെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന അനാസ്ഥ ആർക്കാണ്ടായത്? അനാസ്ഥയുടെ തുടക്കം പിണറായി വിജയനില്ല. പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ, കമ്മീഷൻ അടിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യം അല്ലേ? അതല്ലേ കരാറുണ്ടാക്കി തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോയി അമ്മാച്ചനും മരുമോനും കൂടി വെടിവെച്ചു വന്നു. നിങ്ങൾ ഞാൻ വെടിവെച്ചു എന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ എടുക്കണ്ട കേട്ടോ. അത് പാറ പൊട്ടിക്കാനുള്ള വെടിവെച്ചതാണ്. നിങ്ങൾ കണ്ടതല്ലേ, ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ വളരെ കൃത്യമായിട്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങള് ശരിക്കും വയനാട്ടിൽ നിരന്തരമായി എല്ലാ വർഷങ്ങളിലും, പ്രത്യേകിച്ച് ഈ പറഞ്ഞ മേഖലയിൽ നിരന്തരമായി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താ ഒരു പോംവഴി? എന്താ അത്തരം ദുരിത ബാധിത മേഖല, വളരെ പാരിസ്ഥിതിക ലോല പ്രദേശം, അവിടെ കൂടുതൽ നിർമ്മാണങ്ങൾ നടത്താതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക. ആൻഡ് വയനാട്ടിൽ ഒന്നടങ്കം വേണ്ടത് ഒരു പാക്കേജാ. ആ പാക്കേജ് എന്താണ്? ആ പാക്കേജ് പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാതെയുള്ള പാക്കേജ്. നിലവിലുള്ളതിന് ഒരുപാട് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതെ എങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതോ ഇതൊന്നല്ല വലിയ പ്രശ്നം. ഇത്തരം പ്രവർത്തനങ്ങൾ, അതാണ് വലിയ പ്രശ്നം. ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും പ്രശ്നം തന്നെയാണ് കേട്ടോ. ഈ മണ്ണെടുപ്പും മറ്റുള്ളതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ ചെറിയ തോതിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഈ തുരങ്കപാത എന്തിനാ? ഈ ചുരത്തിനൊരു ബദൽ റോഡാണല്ലോ. ചുരത്തിന്റെ ബദൽ റോഡ് ഇത്ര തിരക്ക് പിടിച്ച് എമർജൻസി ഒരു ചുരത്തിന് ബദൽ റോഡ് എന്തിനാ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഈ തുരങ്കപാതക്ക് പിണറായി വിജയൻ സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചത് എത്ര രൂപയാ? ഈ തുരങ്കപാത ഇല്ലെങ്കിൽ വയനാട്ടിന് വികസനം ഉണ്ടാവൂല. അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അവിടെയാണ് തെറ്റുന്നത്. ഇവർ ഈ റോഡും പാലും ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പറയുന്ന വികസനം ഉണ്ടാകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നെവർ എവർ എന്നുള്ളതാണ് അർത്ഥം. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുരങ്കപാത മാത്രമല്ല അല്ലേ? ഇപ്പൊ പിണറായി വിജയൻ ഈ വെടിവെച്ച ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പുണ്ട്. പിന്നെ മേജർ മൈൽസ്റ്റോൺ ഫോർ കേരളാസ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ.
inaugurated the rock excavation phase of the Anakampuyil Mepadi Pin Tunnel project, switched on the first controlled blast of this 2,143 crores കിഫ്ബി പ്രൊജക്ട്. ഈ 2143 രൂപ അതാണ് ഈ പ്രൊജക്ടിന്റെ ചെലവെന്ന് പറയുന്നത്. അപ്പോ ഈ പൈസ ഈ 2143 കോടി രൂപ വയനാടിന് ഇപ്പൊ നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആത്മാർത്ഥമായി ചെലവഴിച്ചിരുന്നെങ്കിൽ ഈ തുരങ്കപാതയുടെ ആവശ്യമില്ലായിരുന്നു. മനസ്സിലായില്ലേ? വയനാടിനെ മെച്ചപ്പെടുത്താനാണെങ്കിൽ, വയനാടിന് സൗകര്യം ഉണ്ടാക്കാനാണെങ്കിൽ ഈ തുരങ്കപാതയുടെ ആവശ്യമില്ലായിരുന്നു. ഈ 2143 കോടി രൂപ മതിയായിരുന്നു. നിലവില് നിങ്ങളൊന്ന് ആലോചിക്കണം, ഉമ്മൻചാണ്ടി സർക്കാർ മെഡിക്കൽ കോളേജായി മാറ്റിയ മാനന്തവാടി മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ഒന്നുകൂടി വികസിപ്പിച്ച് അതിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി, സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നം വയനാടിനുള്ളൂ. അത്രേ പ്രശ്നമുള്ളൂ. അത് മാത്രം മതിയെന്നേ. അവിടുത്തെ വയനാട്ടിലെ ജനങ്ങൾക്ക് മറ്റൊരു ആവശ്യമില്ല. ഈ പറയുന്ന വേറെ ഒരു ആവശ്യവും വയനാട്ടിലെ ജനങ്ങൾക്കില്ല. അവിടെ വേണ്ടത് ഈ പറയുന്ന ടണലല്ല, ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ്. അത് എല്ലാ സൗകര്യങ്ങളോടും കൂടി അതൊന്ന് വികസിപ്പിച്ചാൽ മതി. അത് വികസിപ്പിക്കാൻ എത്ര വേണം? അത് വികസിപ്പിക്കാൻ ഈ ടണലിന്റെ 2143 കോടി രൂപയാണ് മാറ്റിവെച്ചത്. ആ 2143 കോടി രൂപ അവിടെ ചെലവഴിച്ചിരുന്ന പ്രശ്നം തീരുമായിരുന്നു. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ടണൽ ഉണ്ടാക്കിയിട്ട് വയനാട്ടിന്റെ പ്രശ്നം തീരുന്നത്? കൂടുതലൊന്നും പറയുന്നില്ല. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്ന പ്രശ്നമില്ല. ഇത് കൂടുതൽ ദുരന്തങ്ങളെ വിളിച്ചു വരുത്തുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ എവിടെ അനാസ്ഥ തുടങ്ങി എന്ന് ചോദിച്ചാൽ അനാസ്ഥ പിണറായി വിജയനിൽ തുടങ്ങി എന്നുള്ളതാണ്. വളരെ കൃത്യമാണ്. ഇവിടെ ഈ ഒരു ടണൽ, അത് എസ്പെഷ്യലി ഇതിന് നേരെ മറിച്ച് മറ്റേതെങ്കിലും ഭാഗത്തായിരുന്നെങ്കിൽ, ഇപ്പൊ വയനാട് മറ്റ് ജില്ലകളുമായി പങ്കിടുന്ന, ഇപ്പൊ കോഴിക്കോട്ടേക്കുള്ള പ്രശ്നം തീർക്കാനാണല്ലോ ഇത് തുടങ്ങിയത്, അല്ലേ? ഈ കോഴിക്കോട്ടേക്കുള്ള പ്രശ്നം, ഇത് ഈ ചുരം മാത്രമേ, ചുരത്തിൽ നിലവിലുള്ള ചുരം ഒന്നുകൂടി വികസിപ്പിക്കാം, കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ വികസനങ്ങൾ ഉണ്ടാക്കാം. ഒരു ഓപ്ഷൻ അതാവുള്ളൂ. തുരങ്കപാത ഒരു ഓപ്ഷൻ അല്ല, അതൊരു ട്രാജഡിയായി മാറുന്ന കാഴ്ച തുടക്കത്തിലെ നമ്മൾ കാണുകയാ. തുടക്കത്തിലെ കല്ലുകടിയാ. ഇതിങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം വയനാട് ഈ പ്രദേശം എന്ന് പറയുന്നത്, ഈ മേപ്പാടിയുമായി ബന്ധപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് വലിയ രീതിയിൽ പാരിസ്ഥിതിക ആഘാതങ്ങളുള്ള പ്രദേശമാണ്. അവിടെ ഇത്തരത്തിലൊരു പ്രൊജക്ട് അത് ഫീസിബിൾ അല്ല. അതാണ് പ്രശ്നം. അത് എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ? പിണറായി വിജയൻ 2 വട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്, അല്ലെ? ഒന്ന് 2025 മറ്റൊന്ന് അതിനു മുമ്പും 2 തവണ. അതായത് 2 ടേമിലും 2 തവണ ക്യാബിനറ്റ് ഉണ്ടാക്കിയപ്പോഴും 2 തവണയും ഉദ്ഘാടനം ചെയ്തു. 2ാമത്തെ തവണ ഈ പറയുന്ന മരുമോനെയും കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് ഉദ്ഘാടനം നടത്തിയത്. അപ്പൊ ഞാൻ പറയുന്നത് മറ്റൊന്നുമില്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ പ്രകൃതിയെ ബാധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമല്ല. അത് കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും കൊണ്ടിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ആർക്കില്ലേ? പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്കല്ലേ, അവരെയല്ലേ ഇത് ബാധിക്കുന്നത്. പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അന്നേ സതീശൻ പറഞ്ഞു, ഈ പഠനങ്ങൾ നടത്താതെ ഇത് മുന്നോട്ട് പോകുന്നത് അപകടമാണ്. ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമായി കാണുക. അതാ മനുഷ്യന് വലിയ അദൃശ്യ ശക്തി ഉണ്ടായിട്ടൊന്നല്ല, കോമൺ സെൻസ്. പഠനങ്ങൾ നടത്തിയില്ല, അവിടുത്തെ മണ്ണിനെ കുറിച്ച് പഠിച്ചില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. വയനാട്ടിൽ വികസനം വേണം. അത് വികസനം നിലവിലുള്ളതിൽ എല്ലാ പക്ക പെർഫെക്റ്റ് പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക, ഉള്ളതിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതുണ്ടായി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം വയനാട്ടുകാർക്കുള്ളൂ. അതിനപ്പുറം ഒരു പ്രശ്നം വയനാടിനില്ല. ഇപ്പൊ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ്, അവിടെ ഇപ്പോഴും നിലവിലും
പല കാര്യങ്ങൾക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക. ആ പ്രശ്നം പരിഹരിച്ചാൽ തീർന്ന് വയനാട്ടിലെ പ്രശ്നം. പിന്നെ ഈ പറയുന്ന താമരശ്ശേരി ചുരം, ആ ചുരത്തില് ഒന്നുകൂടി കുറച്ചുകൂടി എന്താ പറയേണ്ടത്, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരും. അതിന് ഈ 2143 കോടി രൂപ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. മനസ്സിലായില്ലേ? അവിടെ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. പക്ഷെ അതിന് പറ്റൂല അവർക്ക്. കാരണം എന്താ, അവിടെ കമ്മീഷൻ അടിക്കാൻ പറ്റൂല. കമ്മീഷൻ അടിക്കുന്ന പുതിയ പ്രൊജക്ടുകൾ വരണം. ഉള്ളതില് ഈ പരിപാടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ കുറയും. പുതിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലാണ് കമ്മീഷൻ അടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോ ഒരു പഠനവും നടത്താതെ ഇതില് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, പിണറായി വിജയനൊക്കെ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരം എന്നല്ലാതെ വേറൊന്നും ഇതിനെ പറയാനില്ല. അമ്മാതിരി ചെറ്റത്തര കാണിച്ചു കൂട്ടിയത്. വയനാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടതല്ലേ, ദുരന്തം കുത്തിയൊലിച്ച് കൊണ്ടുപോയത് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം 3 പ്രദേശങ്ങളെയാ. എന്നിട്ടും പാഠം പഠിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ ആ പ്രദേശങ്ങളുമായിട്ട് ഇതിന് വലിയ ദൂരമൊന്നുമില്ല. ഇനി അതിന്റെ മുമ്പത്തെ വർഷം പുത്തുമലയില് കണ്ടതില്ലേ നമ്മള്. എന്നിട്ടും ഒരു പാരിസ്ഥിതികാഘാത പഠനം പോലും നടത്താതെ ഈ ടണൽ പദ്ധതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ. ഈ മൂട്ടുന്ന് ഒരു മലയുടെ താഴെ ഭാഗത്ത് നിന്ന് തുരന്നിട്ട് അതിനുള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട് അതിന്റെ മുകൾ ഭാഗത്തിൽ എത്തിക്കുകയാണ്. ഇത് യാതൊരുവിധ പ്രതിസന്ധി ഉണ്ടാക്കൂല, ഒരു അപകടം ഉണ്ടാക്കൂല എന്നാണ് വാദം. ഇത് യാഥാർത്ഥ്യമായാൽ ഈ തുരങ്കപാത ഒരുപാട് മനുഷ്യരുടെ ജീവൻ ഹനിക്കുന്നതിന് കാരണമാകുമെന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല.